ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹകരമായി തീരുവാൻ ആ വ്യക്തി ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിൻ്റെ 8 വാക്യത്തിലാണ് ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുകയാണ്. യെശയ്യാപ്രവാചകൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കണിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ. യെശയ്യാപ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കളിമണ്ണ് പോലെ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണോ ഞാനെന്ന് ഒന്ന് പരിശോധിക്കുക നല്ലതാണ്. ദൈവത്തിൻ്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു കളിമണ്ണ് പോലെ, നമുക്കറിയാം കളിമണ്ണ് എന്ന് പറയുന്നാൽ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുറവുള്ള, ബലഹീനമായ, കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ആരോഗ്യമില്ലാത്ത നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി കുറവുകളുള്ള നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കുറവുകൾ നമ്മിൽ കാണുന്ന ജീവിതം, ഈ കളിമണ്ണ് പോലെ ഒന്നുമില്ലാത്തതായ, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളില്ലാത്ത കളിമണ്ണ് പോലെ നാം ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മെ മനോഹര പാത്രങ്ങളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് ജീവിതത്തിൽ ഒത്തിരി വേദനയും ദുഃഖവും ഭാരവും നൊമ്പരം അനുഭവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ ഒരു കുശവൻ്റെ സ്ഥാനത്ത് കാണുക. മനോഹരമായി നമ്മെ പണിതുയർത്തുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ കുറവുകൾ തീർക്കുന്ന ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മെ മെനയും പണിയും. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 18 അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, അപ്പോൾ കർത്താവിൻ്റെ വചനം എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിവില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ കുശവൻ ചെയ്ത പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിവില്ലയോ എന്ന് ദൈവം പ്രവാചകനോട് ചോദിക്കുക. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ പണിതുയർത്തും. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ മനസ്സിൽ തോന്നിയ മാതിരി, എൻ്റെ ബുദ്ധിയിൽ തോന്നിയ മാതിരി ഞാനെന്ന് എൻ്റെ ജീവിതത്തെ പണിതുയർത്താൻ ശ്രമിക്കുക. അവിടെ പാളിച്ചകൾ സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും.
എന്നാൽ നമ്മുടെ ജീവിതം പണിതു വരുത്തുമ്പോൾ അവിടെ കുറവുകൾ സംഭവിക്കാം, പരാജയം സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ മനോഹരമായി നമ്മെ പണിതു വരുത്താൻ കഴിയുന്ന, മറ്റുള്ളവർക്കൊരു അനുഗ്രഹപാത്രമാക്കി നമ്മെ പണിതു വരുത്താൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മെ മനോഹര പാത്രങ്ങളാക്കി മെനയും. ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു കളിമണ്ണ് പോലെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കി, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ അത്യാഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ മനോഹരമായി പണിതുയർത്തുന്ന ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ പണിയുന്ന ദൈവത്തിൻ്റെ കരത്തിലാണ് നാം. ആ വലിയ ബോധ്യത്തോടെ നമ്മെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. വീണ്ടും ഈ കർത്താവിൻ്റെ കരം മെനയുന്ന കരം മാത്രമല്ല, ഉടഞ്ഞ പാത്രങ്ങൾ പണിതുയർത്തുന്ന ശക്തമായ കരത്തിലാണ് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സങ്കീർത്തന പുസ്തകം 31:12 കർത്താവിൻ്റെ വചനം പറയുന്നു. 31-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, മരിച്ചു പോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയാണ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പാപത്തിൻ്റെ അടിമ നുഖത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി ഉടഞ്ഞ പാത്രം പോലെ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഉടഞ്ഞ പാത്രം പോലെ. ഈ ഭൂമിയിൽ നമ്മെ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഇത് ദൈവം നമ്മളെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവം ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു, നമ്മെക്കുറിച്ച് ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലക്ഷ്യം തെറ്റി ദൈവ പദ്ധതിക്കെതിരായിട്ട് ഒരു ഉടഞ്ഞ പാത്രമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ, അവിടെ അവൻ നമ്മെ പണിതുയർത്തും. ഇന്ന് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഉടഞ്ഞ പാത്രങ്ങളെ വലിച്ചെറിയുന്നവരാണ്. ഉടഞ്ഞ പാത്രം, ആ പാത്രത്തിൻ്റെ വില എത്ര വലുതാണെന്ന് അറിയാവുന്നൊരു വ്യക്തി ആ പാത്രത്തെ പണിതുയർത്തും. നമുക്കറിയാം, മണ്ണ് കൊണ്ടൊരു പാത്രമാണെങ്കിൽ ഉടഞ്ഞാൽ നമ്മളത് വലിച്ചെറിയും. ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ ഈ മൺപാത്രം വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയാൻ മടിയുണ്ട്. കാരണം ഇതിന് അല്പമെങ്കിലും വിലയുണ്ട്. അത് ഉടഞ്ഞതാണെങ്കിൽ പോലും അത് കൊടുത്താൽ അതിന് വിലയുണ്ട്. എന്നാലൊരു വെള്ളിയുടെ പാത്രമാണെങ്കിലോ കുറച്ചുകൂടി വിലയുണ്ട്. എന്നാലൊരു സ്വർണത്തിൻ്റെ പാത്രമാണെങ്കിൽ അത് ഉടഞ്ഞാലും വലിച്ചെറിയില്ല. കാരണം പാത്രം ഉടഞ്ഞതാണെങ്കിൽ അതിന് വിലയുണ്ട്. ഇതുപോലെയാണ് ദൈവം നമ്മെ കാണുന്നത്. ഒരു മനുഷ്യൻ്റെ വില സർവ്വലോകവും നേടിയാൽ അതിനേക്കാൾ വിലയുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ വില അറിയില്ല. അതുകൊണ്ട് മനുഷ്യൻ പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ, നരകത്തിൻ്റെ അടിമനുഖത്തിലാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില അവനറിയാമെങ്കിൽ ഒരിക്കലും പാപം ചെയ്യില്ല. ദൈവം പറയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ്, നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? സർവ്വലോകത്തെക്കാളും വിലയുള്ള ഒരു മനുഷ്യൻ്റെ ജീവൻ, ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ഒരു മനുഷ്യൻ്റെ ജീവിതം വലിച്ചെറിഞ്ഞു കളയാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതായത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് നിത്യനരകത്തിന് അടിമയായി ജീവിക്കുന്നൊരു വ്യക്തി ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യനരകത്തിന് അടിമയാണ്. ആ ഒരവസ്ഥയിൽ നീ എത്ര വലിയ പാപത്തിൻ്റെ അടിമ നുഖത്തിലാണെങ്കിലും നിൻ്റെ ഉടഞ്ഞ ജീവിതം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുതിയ മാനപാത്രമാക്കി നിന്നെ പണിതുയർത്തുന്ന ദൈവകരങ്ങളിലാണ് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നത്. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പരിശോധിക്കുമ്പോൾ
കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയ പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അത് കുശവൻ്റെ കൈ അബദ്ധമല്ല. ഒരുപക്ഷേ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ്. മാലാഖമാരേക്കാൾ അല്പം താഴ്ത്തി തേജസ്സും മഹത്വവും ദൈവം നമ്മിൽ അണിയിച്ചു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തെപ്പോലെ തന്നെ ഒരു കൊച്ചു ദൈവമായി, ഒരു കുട്ടി ദൈവമായി, ദൈവത്തെപ്പോലെ തന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ നൽകി, ജന്മം നൽകി. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയായി. ഈ ഭൂമിയിൽ പിറന്ന നിമിഷം മുതൽ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ, എൻ്റെ കണ്ണിലൂടെ, കാതിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ എല്ലാം പാപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടു. പാപത്തിൽ ഞാൻ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ഈ ഭൂമിയിൽ പിറന്ന നിമിഷം മുതൽ നിമിഷം വരെയും എന്നിൽ പാപം വിതയ്ക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയും, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ ഈ ഉടഞ്ഞ പാത്രം, ഈ കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ ഈ പാത്രം, കുശവൻ എന്ത് ചെയ്യുന്നു? അതിനെ തനിക്ക് തോന്നിയ പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കർത്താവിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. നിന്റെ പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിന്നെ ഒരു പുതിയ സൃഷ്ടിയായി, ഇപ്പോൾ ഒരു പുതിയ പാത്രമായി, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് അനുഗ്രഹകരമായ ഒരനുഗ്രഹത്തിൻ്റെ പാത്രമാക്കി നിന്നെ പുതുതാക്കി പെനയുന്ന ഒരു പുതിയ പാത്രമാക്കി നിന്നെ മെനഞ്ഞെടുക്കുന്ന ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ. ശുദ്ധീകരിക്കുന്ന കരമാകുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ പുതിയ പാത്രമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തും. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, പുതുതായി നമ്മെ മെനഞ്ഞുണ്ടാക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഒരു കരുണയുടെ പാത്രമായി നമ്മെ സമർപ്പിക്കുമ്പോൾ നാം ഒരു അനുഗ്രഹമായി മാറുന്നു. റോമലേഖനം 9-ാം അധ്യായം 21 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, കുശവനു അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതിയിൽ നിന്നും വെളിച്ച തേജസ്സിനായി മുന്നമൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചു. അതായത് ദൈവത്തിന് കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിൻ്റെ മേൽ അധികാരമില്ലയോ? ഒരു കുശവനെ തന്നെ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാം. പക്ഷെ ദൈവം നമ്മെ മെനഞ്ഞുണ്ടാക്കിയത് ഒരു കരുണയുടെ പാത്രമായിട്ടാണ്. വചനം പറയുന്നു, ജാതികളിൽ നിന്നും വെളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്താനും ഇച്ഛിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് അനേകം പേര് വൈകല്യമുള്ളവരായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു. അനേകം കുഞ്ഞമ്മയുടെ ഉദരത്തിൽ വെച്ച് ചാപിള്ളങ്ങളായി ഭൂമിയിൽ പിറന്നു വീണപ്പോൾ അംഗവൈകല്യമുള്ളവരായി, ബുദ്ധിമാന്ദ്യമുള്ളവരായി, മനോരോഗികളായി, മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, കേൾവിശക്തിയില്ലാത്ത അനേകം വൈകല്യമുള്ളവരായ അനേകം മക്കൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ ഒരു വൈകല്യവുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകിയെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ പാത്രമാണ് നീ എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക.
ഇതെന്തിനാണ്? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ നനം വെളിപ്പെടാൻ വേണ്ടിയാണ്. അതായത് നിത്യജീവന് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത വ്യക്തിയാണ്, ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ് നാം എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു മാനപാത്രമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കും. 2 തീമോഥെയോസ് 2:20-21 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ള ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ ഞാനൊരു മാനപാത്രമാണ്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു ജീവിതമാണോ എൻ്റെ ജീവിതം? ഇന്ന് പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്കൊരു മുറിവായി, മറ്റുള്ളവർക്കൊരു വേദനയായി ജീവിക്കുന്ന വ്യക്തിയാണ്. അപമാനപാത്രമായും മാനപാത്രമായും പലതരം പാത്രങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗകരമായിരിക്കുന്ന മാനപാത്രമായി തീരുന്നു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ദൈവകരങ്ങളിൽ ഞാനൊരു മാനപാത്രമാണ്. ഇന്ന് ദൈവരാജ്യത്തിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ യേശുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മാനപാത്രമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മാനപാത്രമാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവമഹത്വത്തിനായി നാം എന്ത് നേടിയിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. നാം ഈ ലോകത്തിൽ എത്ര നാൾ ജീവിക്കും നമുക്കറിയില്ല. ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് ഈ ലോകം ശാശ്വതമല്ല. ദൈവം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമ്മെ വിളിച്ചു വേർതിരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി നാം ഇവിടെ ഇത്രയൊക്കെ സമ്പാദിച്ചുവെങ്കിൽ നിത്യജീവനിൽ നാം എന്ത് സമ്പാദിച്ചിട്ടുണ്ട്? സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടോ? ഇന്ന് ഈ ഭൂമിയിൽ നാം മാനപാത്രമായി തീരുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്, ദൈവ വേല ചെയ്യുമ്പോഴാണ്. കർത്താവിന്റെ വചനം പറയുന്നു, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവവേലയ്ക്ക് യോഗ്യമായ ഒരു മാനപാത്രമാണോ എന്ന് പരിശോധിക്കുക. ഞാൻ മുഖാന്തരം സ്വർഗം നിറയ്ക്കുവാൻ, നരകം കൊള്ളയടിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നൊരു പാത്രമായി തീരുവാൻ സാധിച്ചിട്ടുണ്ടോ? അനേകം പേർക്ക് അനുഗ്രഹങ്ങളെ ചൊരിയുവാൻ, സമാധാനം പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർക്കൊരു മാനപാത്രമായി തീരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു ഭവനത്തിൽ അനേകം പാത്രങ്ങളുണ്ട്. എന്നാൽ ചിലത് ഹീനമായ പ്രവൃത്തിക്കും, ചിലത് മാന്യമായ പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്നു. ഞാനിന്ന് ദൈവരാജ്യത്തിലെ ഹീനമായ പാത്രമാണോ മാനപാത്രമാണോ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവന് ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഈ നിത്യത്തിലേക്ക് അനേകം പേരെ നയിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന മാനപാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നാം ഒരു മാനപാത്രമായി മാറുന്നു. ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന, നശിച്ചു വന്ന ഈ ലോകത്തിലുള്ള മറ്റു ജനങ്ങളെക്കുറിച്ച് ഒരു വേദനയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ദൈവസന്നിധിയിൽ ഞാനൊരു ഹീനപാത്രമാണ്. എന്നാൽ
അനേകം ആത്മാക്കളെ നിത്യത്തിലേക്ക് നയിക്കുന്ന, അനേകം വ്യക്തികളെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരാത്മാവിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കി ആത്മദാഹത്തോടെ നശിച്ചു വന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന ദൈവം നമ്മെ നോക്കുമ്പോൾ ഒരു മാനപാത്രമായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, കുശവൻ്റെ കയ്യിലെ ഒരു കളിമണ്ണ് പോലെ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എന്നെ നീ പണിയണമേ, മെനയണമേ. ഉടഞ്ഞ എൻ്റെ പാപം നിറഞ്ഞ ഈ ജീവിതം പുതുക്കി പണിയണമേ. എന്നെ ഒരു കരുണാപാത്രമാക്കി മാറ്റണമേ. എന്നെ ഒരു മാനപാത്രമാക്കി മാറ്റണമേ. ഞാൻ അനേകം പേർക്കൊരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയണമേ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മെ വിട്ടുകൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ പണിയണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ അവസ്ഥയിൽ, പാപത്തിൻ്റെ ലോകമോഹങ്ങളുടെ അടിമത്വത്തിൽ ഉടഞ്ഞ പാത്രമായി ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവം ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ പാത്രമാക്കി മാറ്റുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ പണിയണമേ. ഇത്രയും നാളും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പണിതുയർത്താൻ ശ്രമിച്ചു. എന്നാൽ പരാജയപ്പെട്ട് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുക. നീ ഞങ്ങളെ പണിയണമേ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ പണിയണമേ. കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ മനോഹര പാത്രങ്ങളാക്കി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ഉടഞ്ഞ പാത്രങ്ങളാണ്. ഞങ്ങൾ കർത്താവേ, നിൻ്റെ കരങ്ങളിൽ ഉടഞ്ഞ പാത്രമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിൽ നിത്യനരകത്തിലേക്ക് യാത്രയാകുന്ന ഈ സ്വരങ്ങൾക്കെന്ന് എല്ലാവരെയും നീ പണിതുയർത്തണമേ. ഒരു പുതിയ പാത്രമാക്കി, ഒരു മാനപാത്രമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിനുള്ളവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ മുറിവിനാൽ, അവൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ അനേകം പേർക്കൊരു അനുഗ്രഹമായി, മാനപാത്രമായി തീരുവാൻ, ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് ഞങ്ങളൊരു മാനപാത്രമായി തീരുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാത്രങ്ങളായി തീരുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ആത്മാവിൻ്റെ വില എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് സർവ്വലോകത്തേക്കാളും വിലയുള്ള ഈ ആത്മാവിനെ നിത്യജീവന് വേണ്ടി നേടുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Te